കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. അയ്യോ, എല്ലാം ഈശ്വരാനുഗ്രഹ. പിന്നെ ഇവരെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും. ഒരു മിനിറ്റ്, ഇത് മാധവമ്മ, എന്റെ അമ്മയാ. ഇവരെല്ലാം എന്റെ രക്തബന്ധങ്ങളെക്കാൾ വലിയ ബന്ധങ്ങളാ. ഇത് ജയലക്ഷ്മി, ഇത് ശ്യാമളേച്ചി, ഇത് സൗമിനി, ഇത് അംബിക, ഇത് മഞ്ജു, ഇതെന്റെ ശങ്കുണ്ണി, ഇത് വേണുവേട്ടൻ, ഇത് ഗണേശൻ, ഇത് അൻസാരിക്ക. നമസ്കാരം. അപർണയുടെ വുഡ്ബി ഈ കോളനിയിലാണോ താമസിക്കുന്നത്? അതെ, അതാ എന്റെ മമ്മി വരാഞ്ഞത്. യാമിനി എനിക്ക് എന്താ വട്ടായോ? വെരി ബാഡ് ഡിസിഷൻ. അപർണേച്ചി അടിപൊളിയായിട്ടുണ്ട്. മീനുകുട്ടി ക്യൂട്ട് ആയിട്ടുണ്ട്. താങ്ക് യു. ഹലോ ഹലോ ഹലോ, അങ്ങ് ബാക്കിലെല്ലാം കേൾക്കാലോ അല്ലേ? എന്റെ ബാലഗോപാലന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഈ സുധാമണിയുടെ വക സുസ്വാഗതം, സ്വാഗതം, സ്വാഗതം. എന്റെ ഏറ്റുപറച്ചിൽ എങ്ങനെയുണ്ട്? വലിയ വലിയ പരിപാടികളെല്ലാം നടക്കുന്ന സമയത്ത് മൈക്കിൽ കൂടി ഇങ്ങനെയല്ലേ കേൾക്കുക? സംഭാഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മഹേഷ് സാറിനും കുടുംബത്തിനും എന്റെ പേരിലും ഈ കോളനിയിലെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതെന്താ വല്ല രാഷ്ട്രീയ പൊതുയോഗം നടക്കുവാണ്? സോ റിഡിക്കുലസ്. അവരവരുടെ സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ലേ സന്ദീപേ, നടക്കട്ടെ. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മുടെ ഒറ്റ വീട് കോളനിയിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാരും എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് എന്ന് പറയാമോ? അറിഞ്ഞൂടാത്തേക്ക് ഇതിരിക്കും വളമാൻ പോന്നേ. കൊറേ കലാപരിപാടികൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനായി ഞാൻ ഈ വേദിയിലേക്ക് എന്റെ സുഹൃത്ത് ജയലക്ഷ്മിനെ സ്വാഗതം ചെയ്യുന്നു. രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്ന ഈ ധന്യ മുഹൂർത്തം നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേ? വേണ്ടേ? അതാണ്. ഈ നൃത്തത്തിൽ ജയലക്ഷ്മിക്കൊപ്പം പങ്കെടുക്കാൻ ഒറ്റവീട് കോളനിയിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഈ ഒറ്റവീട് കോളനിയിലെ സ്വന്തം രോമാഞ്ചം സുധാമണി. മണി മണി.
ഇന്നത്തെ നായകനും നായികയുമാണ് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. സ്വാഗതം ചെയ്യുന്നു എന്റെ പൊന്നും കുടം, എന്റെ പൊന്നു മോൻ ബാലു. നമ്മുടെ ഒറ്റവീട് കോളനിയിലെ സ്വന്തമാകാൻ പോകുന്ന അപർണ. പിടിച്ചിട്ട് പാടി വാ. മീനു വാ. ഇവരോടൊപ്പം നൃത്തം ചെയ്യാൻ നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ വിശിഷ്ടാതിഥിയായ ഒരാളെ ഞാൻ ക്ഷണിക്കുന്നു. മിസ്സസ് യാമിനി മേനോൻ. എന്ത് കൂത്താ മഹേഷ് ഇത്? ഞാൻ ഡാൻസ് ചെയ്യാനോ അതോ ഈ കോളനിക്കാരുടെ മുമ്പിലോ? ജസ്റ്റ് ട്രൈ എ സ്റ്റെപ്പ്. ഒരു രസമല്ലേ? കം ഓൺ. മമ്മി കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്താൽ മതി പ്ലീസ്. യാമിനി കരയുന്നത് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ കല്യാണത്തിന്റെ അന്നാ. എന്റെ ഒപ്പം കാറിലേക്ക് കയറുമ്പോ. പിന്നെ ഇപ്പോഴാ കണ്ണ് നിറഞ്ഞു കാണുന്നത്. കല്യാണത്തിന് ശേഷം കരഞ്ഞത് മുഴുവൻ സാറായിരിക്കും അല്ലേ? അയ്യോ എടങ്ങാറാക്കല്ലേപ്പാ, ഞാനൊരു തമാശ പറഞ്ഞതാ. സുധാമണിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിപ്പിക്കാനും അറിയാം. അതെനിക്ക് ഇന്നാ ബോധ്യപ്പെട്ടത്. അപർണമോളുടെ അമ്മയുടെ കണ്ണിൽ ഇന്ന് നിറഞ്ഞത് ഞാൻ കാരണം ഉണ്ടായ കണ്ണീരല്ല സർ. പെൺമക്കളെന്ന് പറഞ്ഞ ഓര് നമ്മളെ സ്വത്തല്ലല്ലോ. എപ്പെങ്കിലും ഒരിക്കൽ വേറൊരു വീടിന്റെ വിളക്കായി നമ്മളെ വിട്ടു പോവേണ്ടവരല്ലേ. ആ ദിവസം ഒരമ്മയുടെ മനസ്സിൽ അവശേഷിക്കുന്നൊരു ശൂന്യതയുണ്ട്. അതാർക്കും നികത്താനാവില്ല. എത്ര സത്യമായ കാര്യ സുധാമണി പറഞ്ഞത്. സാറ് ധൈര്യമായിട്ടിരിക്കണം. എന്റെ മീനുവിനേക്കാൾ നന്നായിട്ട് ഞാൻ നിങ്ങളെ അപ്പുനെ നോക്കും. ഈടോക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ആരാ? സാഗർ കൃഷ്ണമൂർത്തി. ഞാനാ. സ്റ്റേഷൻ വരെ ഒന്ന് വരണം.
എന്താടാ അയ്യോ അമ്മേ അമ്മേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നടക്കണങ്ങോട്ട്. അമ്മേ ആ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മേ. പറയാമേ അമ്മേ ഏട്ടാ സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. സാർ ബാലൻ ചേട്ടാ. സാർ എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പറയാം സാറേ, ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ക്ഷമിക്ക്, കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. നിനക്ക് കരടി എന്ന് വിളിപ്പേരുള്ള ഒരു കബീറിനെ അറിയാമോ? ഇല്ല സാർ. ആ പേര് പോലും നീ കേട്ടിട്ടില്ല? ഇല്ല. കോളേജിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയ കേസിൽ ഒളിവിലാവൻ. ആ കേസിൽ നിനക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട്. അയ്യോ സാർ ഞാൻ ഓ, വലിയ അഭിനയമൊന്നും കാഴ്ചവെക്കണ്ട. എന്ത് സപ്പോർട്ടാ നീ അവന് ചെയ്തു കൊടുത്തതെന്ന് മാത്രം പറഞ്ഞാ മതി. ചോദിച്ചതിന് ഉത്തരം പറയടാ. എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഏർപ്പാട്? എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇല്ല സാർ, സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കള്ളം പറയുന്നോടാ. സാർ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, അതിന് ദൃക്സാക്ഷികളുണ്ട്. എനിക്കറിയില്ല സാർ, എനിക്കൊന്നും അറിയില്ല സാർ, സത്യ. ശരി, അപ്പോ നീ നേരെ ചൊവ്വേ സത്യം പറയില്ല അല്ലേ? അശോകേ, വിളിച്ചോണ്ട് പാടോ അവനെ. നോക്കടാ. എടാ നകുലെ, നീ? അപ്പോ ഇവനെ നീ അറിയും? അറിയാം സാർ, കോളേജിൽ എന്റെ ക്ലാസ്മേറ്റാ. അപ്പോ നീ ഉറപ്പായും കരടി കബീറിനെയും അറിയും. പുതിയ ഷർട്ടൊക്കെ ആണല്ലോ. ഷർട്ടൊക്കെ അടിപൊളിയാ, പക്ഷെ മാർത്താണ്ഡം പിള്ളേരാണെന്നേ ഉള്ളൂ. നകുലെ, നീ ഫസ്റ്റ് അവർ കയറിയില്ലേ? അത് വിട്, നീ കോളേജിലൊക്കെ വന്നു തുടങ്ങിയോ? അറ്റൻഡൻസ് ഒരു വലിയ പ്രശ്നമാണ് അളിയാ, വന്നല്ലേ പറ്റൂ. ആ കബീർക്ക, ഗുഡ് മോർണിംഗ്. എന്താണ് കുറെ നാളായി, ഒന്നും അറിയാനൊന്നുമില്ലല്ലോ. എന്താ എങ്ങോട്ടൊക്കെ? ഞാനേ ഇവനെ ഒന്ന് കാണാൻ വന്നതാ. വന്നടാ. ആരടാ ഇത്? മുമ്പ് നമ്മുടെ കോളേജിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് കബീർക്ക. ഞാൻ പോട്ടെ. എന്താടാ കണ്ണു പിടിച്ച് നിൽക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലടാ. കബീറുമായിട്ട് നിന്റെ കച്ചവടം എന്താ? സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. സാറേ അമ്മേ, എന്തെന്നാ സാറേ ഓൻ ചെയ്ത കുറ്റം? ഇവരെ ആരാ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? ഈടെ കേറി വരണമെങ്കിൽ ആരെങ്കിലും കേറ്റി വിടണോ സാർ? പൊതുജനങ്ങൾക്ക് കേറി വരാൻ പറ്റാത്ത സ്ഥലമാണോ പോലീസ് സ്റ്റേഷൻ? നമ്മളെ വീട്ടിൽ എന്റെ മൂത്ത മോന്റെ മോതിരം മാറ്റം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഇവനെ പിടിച്ചു വലിച്ച് ജീപ്പ് കയറ്റി ഈടെ കൊണ്ടുവരാൻ മാത്രം എന്ത് തെറ്റാ എന്റെ മോൻ ചെയ്തതെന്ന് എനിക്ക് അറിയണം സാറേ. പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയ കേസില് 1-ാം പ്രതിയുടെ കൂട്ടുകാരനാ നിങ്ങളുടെ മോൻ. ആ ക്രൈമിൽ ഇവന് പങ്കുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയണം. അതറിയാനാ ഇവനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അതിൽ ഇവന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ മിനിമം 3 വർഷത്തേക്ക് മോനെ അങ്ങ് മറന്നേക്ക്. അമ്മേ, ഇവര് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സാറ് കേട്ടല്ലോ, ഇനി എന്തിനാ ഓനെ ഈടെ നിർത്തിയിരിക്കുന്നത്? നമ്മളെ കൂടെ വിട്ടേക്ക് സാർ. ഇവന് കബീറിനെ അറിയാം. കോളേജിൽ വെച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. അതിന് ദൃക്സാക്ഷികളുണ്ട്. ഇവൻ തന്നെ. ആരാടാ ഇവൻ? എന്റെ കൂടെ കോളേജിലുള്ളതാ അമ്മേ, നകുൽ. ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. എന്നാ സ്ഥലം വിട്ടോ. അമ്മേ, ഇവനാണെന്ന് കബീറുമായി സംസാരിച്ചത്. ഇവന് കബീറിനെ പരിചയമുണ്ട്. ഞാൻ അയാളെ കണ്ടിട്ടുണ്ടെന്നുള്ളത് സത്യ, പക്ഷെ ഞങ്ങൾ തമ്മിൽ യാതൊരു ഇടപാടുമില്ല.
അല്ലേടാ നകുലെ, നീ പോലീസിനോട് പറ. അമ്മേ, ബാലിച്ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങളിപ്പോ ഇവനെ പിടിച്ചോണ്ട് വന്നത് വെറും സംശയത്തിന്റെ പേരിലാണ്, അല്ലാതെ തെളിവൊന്നും ഉണ്ടായിട്ടല്ല. ആരായാള്? അത് നമ്മളെ കൂടെ അഡ്വക്കേറ്റ് അൻസാരി, സുധാമണിയുടെ നൈബറാ. ഓ, വക്കീലാണ്. അപ്പോ അതിന്റെയാണ് ഈ തിളപ്പ്. ഒരു തെളിവും ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങളീ കാണിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഞാനിവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണെന്ന് വക്കീലിനോട് ആരാ പറഞ്ഞേ? പ്രതിയാണെന്ന് സംശയിക്കുന്ന ഒരാളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ? പക്ഷെ സാറേ, എന്റെ മോന് യാതൊരു പങ്കുമില്ലാത്ത അത് കേസിൽ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പങ്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞങ്ങൾക്ക് കബീറിനെ കിട്ടണം. അവൻ എവിടെയാണെന്നോ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നോ ഞങ്ങൾക്കറിയില്ല. ആകെ അറിയാവുന്ന 2 പേര് ദൈവന്മാരാ. അതുകൊണ്ട് കബീറിനെ കിട്ടുന്നതുവരെ ഇവര് ഞങ്ങളുടെ കസ്റ്റഡി തന്നെ കാണും. അയ്യോ സാറേ, ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം പ്ലീസ്. ഇവിടെ നിന്ന് ആരും സമയം കളയണ്ട. സാറേ, എന്റെ മോൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യൂല. അത് ഞങ്ങൾ അന്വേഷിക്കട്ടെന്നേ. ഇവരെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? സാറേ, അമ്മേ, എടാ ഇവൻ അമ്മ വന്നേ. ഇന്നീ പറഞ്ഞാലെല്ലാം എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിപ്പം തുറന്നു പറഞ്ഞോളണം. ആ തെറ്റിന് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തരുന്നത് ഞാനായിരിക്കും. വിശ്വസിക്കമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ എന്റെ മോൻ കല്ല് പോലെ നിന്നോ. ഒരുത്തനെയും പഠിക്കേണ്ട കാര്യമില്ല. ഏയ്, ഒന്നുമില്ല പത്മ. നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമില്ല. നത്തിങ് അറ്റ് ഓൾ. പോലീസിന് എന്തോ ഒരു അബദ്ധം പറ്റിയതാ. വേണ്ട വേണ്ട, തൽക്കാലം ഹെൽപ്പ് ഒന്നും വേണ്ട. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദ കൺസേൺ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി എന്നാ. ആൾക്കാരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു മഹേഷ്. എത്ര കോൾസാ വരുന്നേ? എന്തൊരു ഏടാകൂടത്തിലാ നമ്മൾ ചെന്ന് തലവെച്ചേ. നമ്മളെടുത്തത് ഒരു റോങ് ഡിസിഷൻ ആയി പോയോ എന്ന് ഇപ്പൊ എനിക്കും തോന്നാതെയില്ല. ഈ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്തിനാ ഇത്ര സീരിയസ്നെസ് കൊടുക്കുന്നത്? ഇതാണോ ചെറിയ കാര്യം? കൊള്ളാം. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ഇടയില് ഇപ്പൊ നിന്റെ എൻഗേജ്മെന്റിനേക്കാൾ വലിയ വാർത്തയാ ആ ചെറുക്കനെ പോലീസ് കൊണ്ടുപോയത്. മോളെ, നിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇങ്ങനൊരു കാര്യം, ഇറ്റ് ഈസ് എംബറാസിംഗ്. പപ്പ, പപ്പയും കൂടി ഇങ്ങനെ പറയരുത്. സാഗര് നിങ്ങൾ ആരും കരുതുന്ന പോലെ അല്ല. ആള് മഹാവികൃതിയാ. അവന് എന്തെങ്കിലും ചെറിയ കുരുത്തക്കേട് പറ്റിക്കാണും. നീ എന്തിനാ അപ്പു അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ ന്യായീകരിക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് വികൃതിയായവരെയും കുരുത്തം കെട്ട ചെറുക്കന്മാരെയൊന്നും അല്ല, ക്രിമിനൽസിനെയാ. നോ, നെവർ. അങ്ങനെ ഒരു ക്രൈം ഒന്നും അവൻ ചെയ്യില്ല മമ്മി. നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? പോലീസിന് തെറ്റു പറ്റിയതല്ലെന്ന് മമ്മിക്ക് ഉറപ്പുണ്ടോ? നമ്മളിങ്ങനെ പരസ്പരം ആർഗ്യൂ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്കുണ്ടായ നാണക്കേട് തന്നെയാ മോളെ. സിംഗപ്പൂരിൽ നിന്ന് വല്യച്ഛൻ വിളിച്ചിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഇങ്ങനൊരു എൻഗേജ്മെന്റ് നടത്തിയതിന് ഞങ്ങളെ ഒത്തിരി കുറ്റം പറഞ്ഞു. ഇനിയും ആലോചിക്കാൻ സമയമുണ്ടെന്നും പറഞ്ഞാ ഫോൺ വെച്ചത്. പപ്പ, പ്രശ്നങ്ങൾ ഏത് ഫാമിലിയിലാ ഇല്ലാത്തത്? എന്തായാലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയട്ടെ. അതുവരെ അതും ഇതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എങ്ങോട്ടേ രാത്രിയില്? ബാലുവിന്റെ വീട് വരെ. അപ്പോ ഈ നേരത്തിന് അങ്ങോട്ട്? പപ്പ പ്ലീസ്, ദയവീത് ഇപ്പൊ എന്നെ തടയരുത്. ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോഴല്ലേ വേണ്ടപ്പെട്ടവര് കൂടെ നിൽക്കേണ്ടത്. എനിക്കിനി ആരോടും മറുപടി പറയാൻ വയ്യ.